السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ومن تبعهم بإحسانهم إلى يوم الدين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا. രണ്ട് സുഹൃത്തുക്കളായ പാൽക്കാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരു ഫാമിൽ പോയിട്ട് എന്നും രാവിലെ പാല് കളക്ട് ചെയ്യും. എന്നിട്ട് അവരവരുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അവരവരും തന്നെ അത് കുടിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ രണ്ടുപേരും കൂടി പാല് ഫാമിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ ഒന്നാമത്തെ പാൽക്കാരൻ രണ്ടാമത്തെ പാൽക്കാരനോട് പറഞ്ഞു, എടാ നിൻ്റെ പാൽപാത്രത്തിൽ കുറച്ച് വിഷം കലർന്നിട്ടുണ്ട്, നീ അതൊന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പാൽക്കാരൻ പറഞ്ഞു, നിൻ്റെ പാൽപാത്രത്തിൽ പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ട്, നീ ആദ്യം അതൊന്ന് നോക്കുകയെന്ന്. അപ്പോൾ ഒന്നാമത്തെ പാൽക്കാരൻ വേഗം അതിൻ്റെ കട്ടിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല കട്ടിയുള്ള, സാധാരണ ഉള്ളതിലും കട്ടിയുള്ള പാലാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞില്ല, ഇതിൽ വെള്ളമൊന്നുമില്ല, നീ നിൻ്റെയിലെ വിഷമൊന്ന് അർജൻറ്റായിട്ടൊന്ന് പരിശോധിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പാൽക്കാരൻ പറഞ്ഞു, നിൻ്റെ പാൽപാത്രത്തിൽ കുറച്ച് കറയുണ്ട്, നീ അതൊന്ന് നോക്കിക്കുകയെന്ന് പറഞ്ഞു. ഇയാൾ പാൽപാത്രം ചുറ്റും എടുത്ത് നല്ലോണം നോക്കി, നല്ല വൃത്തിയുള്ള പാത്രം, ഒന്നുമില്ല. ഇല്ലടാ, എൻ്റെ പാൽപാത്രം വൃത്തിയാണ്, നീ നിൻ്റെ വിഷമൊന്ന് പരിശോധിക്കുകയെന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ പാൽക്കാരൻ പിന്നെയും, നിൻ്റെ പാൽപാത്രത്തിൻ്റെ അറ്റത്തൊരു ചതുക്കുണ്ട്, നീ അതാദ്യം പരിഹരിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പാൽക്കാരൻ നോക്കിയപ്പോൾ അതുമില്ല, ഒരു കുഴപ്പമില്ല. പറഞ്ഞു, എടാ നിൻ്റെ പാലിൽ വിഷമുണ്ടെന്നാണ് ഞാൻ പറയണത്, നീ അതൊന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പം, നീ പാലിനോട് ചേർത്ത് വിഷം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, നിൻ്റെ പാലിൽ തന്നെയാണ് അപ്പം വിഷമുള്ളതെന്ന് പറഞ്ഞു. പിന്നപ്പം കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. രണ്ടുപേരും പിരിയേണ്ട വഴിയെത്തി, രണ്ടുപേരും അവരുടെ ഗ്രാമങ്ങളിലോട്ട് പോയി. അങ്ങനെ രണ്ടാമത്തെ പാൽക്കാരൻ അവരെ സ്ഥിരം കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പാല് കൊടുത്തു, അവരും കുടിച്ചു. ഒന്നാമത്തെ പാൽക്കാരൻ്റെ കൊടുത്ത പാല് കുടിച്ചവരെല്ലാം, അവരുടെ ബന്ധുക്കളും അദ്ദേഹം അടക്കം എല്ലാവരും ചോര ഛർദ്ദിച്ച് മരണപ്പെട്ടു. നമ്മളിവിടെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഗണന മണ്ണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അത് പരിശോധിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട ഫൈസൽ മൗലവി 20 വിഷയങ്ങളാണ് ഇവിടെ ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുണ്ടായി. അതിൽ 18-മതോ മറ്റോ ആണ് ഈ പറഞ്ഞിട്ടുള്ള ജിന്നുബാധയും അവരുടെ ഉള്ളിലെ ഷിർക്കുമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. എത്രത്തോളമാണ് ഓരോ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടെ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഗണനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ആയത്തുകൾ അത്യാവശ്യം കുറച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിലുണ്ടായിട്ടുള്ള ഒരു ചെറിയ പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ, സാധാരണ ഇവർ ഈ വീഡിയോകൾ അതിൽ ക്ലിപ്പിങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ തവണ ഇട്ട് കേൾക്കുമ്പോൾ 1.5x ഇട്ടുകൊണ്ട് ഇങ്ങനെ കേൾക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒറ്റ ഖുർആൻ ആയത്തുകൾ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ആ ഖുർആൻ ആയത്തുകൾ വന്നുകൊണ്ട് മുഴുവൻ സാധാ സ്പീഡിൽ തന്നെ ഇന്ന് കേൾക്കേണ്ടി കുറച്ചധികം സമയം 6 മണിക്കൂർ തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ, ഖുർആൻ ആയത്തുകൾ അവരെടുക്കുന്ന സമയത്തൊക്കെ അതിനെ കളവാക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും അവരെടുത്തിട്ടുള്ളത്. എന്നാലും അതൊരു പ്രതീക്ഷയാണ്. കാരണം ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് ഏതൊരു വിഷയം അവതരിപ്പിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ റബ്ബ് അതിലൂടെ സത്യം മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ വരുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ മാലിക് സലഫി സൂറത്തുൽ ഫലഖിൻ്റെ 4-ാമത്തെ ആയത്ത് വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടെയുള്ള ഷർർ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. സൂറത്തു ഫലഖിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി പറയുന്നല്ലോ, വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ആളുകളെ കൊണ്ടുള്ള ഷർർ. ഞാൻ ചോദിക്കുന്നു, കെട്ടുകളിൽ ഊതിയാൽ
ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു നൂലിൻ്റെ പേരിൽ ഊതിയാൽ എന്ത് ഷെറാണുണ്ടാവുക? അത് മാജിക്കിൻ്റെ ഷെറാണോ? മാജിക്കിൻ്റെ ഷെറ് കണ്ണിൽ കാണെങ്കിലേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരാൾ മാജിക്ക് നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ അയാൾക്ക് എങ്ങനെ ആ മാജിക്ക് കാണാൻ കഴിയുക? മാജിക്ക് മുമ്പിൽ നിന്നല്ലേ കാണാൻ കഴിയുള്ളൂ. അതല്ലാതെ പരപ്പനങ്ങാടിയിൽ ഉള്ള ഒരാൾക്ക് കോഴിക്കോട് നടത്തിയ മാജിക്ക് കാണാൻ കഴിയോ? ആ വമിൻ ശർരി നഫാസാത്തി ഫി ഖുദറ മുന്നിന്ന് ഊതല്ല. ഈ നഫാസാത്തി ഫിൽ ഉഖദ് ലോകത്തിന്റെ എവിടെ വെച്ച് ഊതിയാലും അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫലമുണ്ടാകും. അത് മാജിക്കിന്റെ സിഹിറിനെ പറ്റിയല്ല അവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ മാജിക്കിൻ്റെ സിഹിറിനെ പറ്റിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് ആദ്യത്തെ വ്യക്തിയാണ് മാലിക് സൽഫി താങ്കൾ. ഇത് പറഞ്ഞിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇതാരാ പറഞ്ഞത്? സ്വന്തമായിട്ട് ഇങ്ങനെ കുറേ ഊഹങ്ങൾ. ഇപ്പം ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ മുന്നേ പറഞ്ഞ പോലെ 3151 ഇങ്ങനെ തിന്നേറുന്ന ഇങ്ങനെ നമ്പർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഇത് അവർ പറയുകയാണെങ്കിൽ ഇത് മാജിക്കിൻ്റെ ഇതാവുന്നു. എന്നാലോ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടിട്ട് പോലുമില്ല. ഒരാൾ പോലും അവിടെ ഉദ്ദേശിച്ചത് മാജിക് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അവിടെ കെട്ടുകളിൽ എന്നുള്ള രണ്ട് രീതിയിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വിവക്ഷയുണ്ട്. ഒന്ന് വിവാഹ ബന്ധങ്ങളായ കെട്ടുകൾ എന്നുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ. അവിടെ കെട്ടുകളിൽ ഊതുന്ന മന്ത്രവാദികൾ എന്നുള്ള അർത്ഥം തന്നെ എടുക്കുകയാണെങ്കിൽ, കെട്ടുകളിൽ ഊതുന്ന മന്ത്രവാദികൾ എന്നുള്ള അർത്ഥം തന്നെ എടുക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മാലിക് സലഫി താങ്കൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ആയത്തിൽ വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ആ ഒരു സന്ദർഭത്തിൽ. ഇതിന് തൊട്ട ശേഷമുള്ള ആയത്ത് വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, ഒരു അസൂയപ്പെടുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ. ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രസിഡന്റിന് അസൂയ വെക്കുന്ന ആളെടുത്തുനിന്നല്ല, ഒരു അസൂയക്കാരൻ അസൂയപ്പെടുന്ന ആ സന്ദർഭത്തിൽ. ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ആയത്തിൽ വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, ഇവിടെ ഇദാ എന്ന് പറഞ്ഞിട്ടുള്ള ലാസിമായിട്ടുള്ള ആ ഹർഫ് അള്ളാഹു മറന്നുപോയതാണോ അല്ലെങ്കിൽ കവികൾ ചെയ്യുന്ന പോലെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ ഒഴിവാക്കിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. രണ്ടാമത്തെ ചോദ്യം, അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഷർറ് അത് ആ മന്ത്രവാദത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് ആ മന്ത്രവാദികൾ എന്ന് അവിടെ ജനറലായിട്ട് പറഞ്ഞു? എന്തുകൊണ്ട് അതിൻ്റെ മന്ത്രവാദം അല്ലെങ്കിൽ കെട്ടുകളിലുള്ള ഊത്തിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടുകളിൽ നിന്ന് ഊതുമ്പോൾ എന്ന് പറഞ്ഞില്ല? ഇത് രണ്ടും ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തമുണ്ട്. ഖുറാൻ്റെ ആയത്തുകളിൽ ഒരു അമാനുഷികത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ ഒരൊറ്റ അമാനുഷികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഖുറാൻ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കളവ് പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അള്ളാഹു അതിലൂടെ ആ കളവ് അതിലില്ല എന്ന് മാത്രമല്ല തെളിയിക്കുക, ആ കളവിന് എതിരായിട്ടുള്ളത് അത് വെറും കള്ളമാണ് എന്ന് ആ ആയത്തിലൂടെ തന്നെ റബ്ബ് കാണിച്ചു തരും. ഇതാണ് സൂറത്തുൽ ഫലക്കിലെ 4-ാമത്തെ ആയത്തും സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തും നമ്മൾ മുന്നിൽ ചിന്തിക്കുന്നവരുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഇതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് ഈ ആയത്തിലൂടെ തെളിയുമെന്ന് അവർ പറയുന്നത് നിരാകരിക്കുക മാത്രമല്ല, ഇതേ ആയത്തുകളിലൂടെ ഇതിന് യഥാർത്ഥ ഫലസിദ്ധി ഇല്ല എന്ന് റബ്ബ് നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. എന്നിട്ട് അബ്ദുൽ മാലിക് സലഫി ഇത്രയും കാലം വിസ്ഡമിലെല്ലാവരും ലോകത്ത് മാരണം ബാധിച്ച ഏക വ്യക്തിയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് 2-ാമത്തെ വ്യക്തിയെ കൂടി മാരണം ആരോപിച്ചിട്ടുണ്ട്. അതും ഒരു പ്രവാചകൻ തന്നെയാണ്, മൂസാ നബിയുടെ മേലാണ്. മൂസാ നബിക്ക് എങ്ങനെ മാരണം ബാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ ഒന്ന് കേട്ടു. ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞൊരു ആരോപണമുണ്ട്. ഇന്നീൻ്റെ അദുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നീ ഒരു മസ്ഹൂറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെ പറ്റി പറഞ്ഞു? മൂസാ നബിനെ പറ്റി ഫിർഔൻ പറഞ്ഞു. ശരിക്കും വിഷയം കൃത്യമായി പഠിച്ചു പോയി കൊടുത്തു, ഭാഷ്യം വെക്കാണ് ഒഴിവാക്കിയത്. അപ്പൊ മൂസാ നബിയെ പറ്റി ഫിർഔൻ പറയാണ് ഇന്നീൻ്റെ അദുന്നുക യാ മൂസ മസ്ഹൂറ. അപ്പൊ മസ്ഹൂർ എന്നുള്ള ആരോപണം ആർക്കും കേട്ടിട്ടുണ്ട്? മൂസാ നബിക്കും കേട്ടിട്ടുണ്ട്. അതേ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു മൂസാ നബിക്ക് സാഹിറന്മാരെ സിഹർ ഫലം ചെയ്തോല്ലേ, ഉണ്ടോ അല്ലേ? യുഖയ്യലു ഇലൈഹി അന്നഹാ തസ്ആ ഫഔജസ ഫീ നഫ്സിഹി ഖൈഫതൻ മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു. അപ്പൊ സാഹിറന്മാരുടെ സിഹർ മൂസാ നബിയിൽ ഫലം ചെയ്തോല്ലേ? ഫലം ചെയ്തു. അവിടെ
ചുറ്റും കൂടിയിരുന്ന് ഈ കയറുകളൊക്കെ പാമ്പാക്കിയിരുന്ന ആ ഒരു സാഹിറുകളുടെ ബുദ്ധി പോലും ഇല്ലാതായി പോയല്ലോ ബഹുമാനപ്പെട്ട മാലിക് സലഫി താങ്കൾക്ക്. അവർക്ക് അവിടെ കാര്യങ്ങൾ കണ്ടപ്പം വ്യക്തമായി അവർ യാഥാർത്ഥ്യം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു മാജിക്ക്, ഒരു ഇന്ദ്രജാല പ്രവൃത്തി കണ്ടിട്ട് ഒരാളുടെ ഉള്ളിൽ പേടി തോന്നാം. ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടീനെ മുതുകാട് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഒരു ബെഡിൽ കിടത്തി നടുമുറിച്ചു 2 പീസാക്കി. അല്ലോ എന്നൊരു പേടി, ഇതെന്തപ്പോൾ ഇതിനിപ്പോൾ ആ കുട്ടി യോജിക്കും, എങ്ങനെ അയാൾ ഇത് ചെയ്യണമെന്നുള്ളൊരു പേടി വന്നാൽ ഇതിനെ സിഹ്ർ ബാധിച്ചു എന്ന്. ഇതിൻ്റെ ഫലസിദ്ധി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാ. അതായത് ഇതാണ് സിഹ്ർ ബാധിച്ചു, അതായത് മാരണം ബാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നതെന്നുള്ളോ, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് മാരണം ബാധിച്ചു എന്നുള്ളത് പറഞ്ഞു പരത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് കേൾക്കാം. മൂസാ നബിയെ പറ്റി മസ്ഹൂർ എന്ന ആരോപണം ആരും ഉന്നയിച്ചു? ഫിർഔൻ ഉന്നയിച്ചു. അതേ ഖുർആൻ തന്നെ പറയുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് സിഹ്ർ മൂലം ചില പേടികൾ ഉണ്ടായി. അപ്പൊ ഫിർഔന്റെ ആരോപണം ശരിയായോ? നിങ്ങൾ പറയും, ഫിർഔന്റെ ആരോപണം ശരിയാ? ഇല്ല. ഫിർഔൻ മൂസാ നബിയെ പറ്റി മസ്ഹൂർ എന്ന് പറഞ്ഞ് ഈ മാജിക്കിനെ പറ്റിയല്ല. മൂസാ നബി കൊണ്ടുവന്ന ശരീഅത്ത്, ആ ശരീഅത്ത് മൂസാ നബി പറയുന്നത് സിഹ്റിന്റെ ഫലമായിട്ടാണ്. അതാണ് ആര് പറഞ്ഞത്? ഫിർഔൻ പറയണത്. എന്നാൽ മൂസാ നബിക്ക് ഇവിടെ ഏറ്റു എന്ന് പറഞ്ഞത് സിഹ്റോ മാജിക്കോ? അതുമായിട്ട് ബന്ധമില്ല. ഇതേപോലെ തന്നെയാണ് സൂറത്ത് ഇസ്രായേലും സൂറത്ത് ഫുർഖാനിലെയും ആശയം. ഇതേപോലെ തന്നെയല്ല സൂറത്തുൽ ഫുർഖാനിലെയും സൂറത്തുൽ ഇസ്രായേലെയും ആശയം. മൂസാ നബിക്ക് ഇദ്ദേഹം ബാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു എന്തോ ഒരു കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞതും ഫിർഔൻ ആരോപിച്ച കാര്യവും തമ്മിൽ പോത്തും ചെമ്പോത്തും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ മക്കാ മുശ്രിക്കീങ്ങൾ ആരോപിച്ച മാരണം, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ബാധിച്ചു, ഒരു മാരണക്കാരൻ ചെയ്ത മാരണം ബാധിച്ചു എന്നാണ് പറയുന്നത്. അതും അള്ളാഹു അവിടെ ഗണിക്കുന്ന കാര്യം. ഫൈസൽ മുസ്ലിയാർ വേദിയിലില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി നല്ലൊരു കുത്തുവെച്ച് കൊടുക്കുമായിരുന്നു. എന്തായാലും എന്താണ് പറഞ്ഞതെന്ന് കേട്ടു. മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചോളി. അമാനി മൗലവി സിഹിർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല, അംഗീകരിച്ചെന്നോ ചെയ്യാൻ പറ്റുമോ എന്നല്ല, ചെയ്താൽ ഫലമുണ്ടാകുമോ ഇല്ല. ഒന്നുകൂടി പ്ലേ, അതെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് അംഗീകരിച്ചിട്ടുണ്ട്? ഞാനല്ല, ഒരു പണ്ഡിതനുമല്ല, അബ്ദുൽ മാലിക് സലഫി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്താ വിവക്ഷ എന്നുള്ളത് എന്താ പറഞ്ഞ് കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് കേട്ടു. മർക്കസ് ദഅവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചോളി. അമാനി മൗലവി സിഹിർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല, അംഗീകരിച്ചെന്നോ ചെയ്യാൻ പറ്റുമോ എന്നല്ല, ചെയ്താൽ ഫലമുണ്ടാകുമോ ഇല്ല. അതായത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചെയ്താൽ ഫലമുണ്ടാവുമോ ഇല്ലയോ, ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതല്ല, ചെയ്താൽ ഫലമുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം സൂറത്തുൽ നിസായിലെ 51-ാമത്തെ ആയത്തിന്റെ അവർ പറയുന്ന അർത്ഥത്തിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫൈസൽ മുസ്ലിയാർ അവിടെ വേദിയിൽ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാര മാലിക്ക നമ്മൾ സൂറത്തുൽ നിസായിലെ 51-ാമത്തെ ആയത്തെ നമ്മൾ പൊതുവേ തൊടാറില്ല, നല്ല സ്കിപ്പ് അടിച്ചിട്ട് പോവുക ചെയ്യാറ്. ഇനിയിപ്പോൾ അത് പറയുക തന്നെയാണെങ്കിലും അതിൻ്റെ തൊട്ട മുന്നേ അമാനി മലി പറഞ്ഞിട്ടുള്ള എന്താ അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫലസിദ്ധിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞു കഴിഞ്ഞില്ലേ, നമ്മൾ പറയുന്ന എല്ലാ വാദവും പൊളിഞ്ഞു കഴിഞ്ഞില്ലേന്ന് മൂപ്പര് പറയും. എന്താണ് സൂറത്തുൽ നിസായിലെ 51-ാമത്തെ ആയത്തിൽ അദ്ദേഹം പറഞ്ഞു? അത് വിസ്ഡംകാരെ പൊതുവെയുള്ള വാദം തന്നെ. അത് പക്ഷെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കേട്ടോക്കെ. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, എന്താ യുമിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് എന്ന് പറഞ്ഞാൽ, ജിബ്ത് എന്ന് പറഞ്ഞാൽ അത് സിഹിറാണ്. ആ സിഹിർ കൊണ്ട് ഉദ്ദേശം എന്താണ്? വമഅന ഈമാനിഹിം ബിഹി ഇഖ്റാറുഹു ഇയ്യാഹു, സിഹിറിനെ അംഗീകരിക്കുക. അത് ജൂതന്മാരെ പറ്റിയാണ്. അപ്പൊ സിഹിറിനെ അംഗീകരിക്കുകയും വഅദമു ഇൻകാരിഹി, ആ സിഹിറിനെ നിഷേധിക്കാതിരിക്കുകയും എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുക. അപ്പൊ യുമിനൂന ബിൽ ജിബ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണ്. അതെന്താണ്? അതിനെ സിഹിറിനെ അംഗീകരിക്കുകയും അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുക. അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുള്ള അർത്ഥം എന്താണ്? അതായത് അതിന് ഫലസിദ്ധി ഉണ്ട് എന്നുള്ളത്. മൂപ്പര് തന്നെ നേരത്തെ കുറച്ച് പിന്നെ പറഞ്ഞല്ലേ, അതിന് ഫലസിദ്ധി ഉണ്ട് എന്നുള്ളതാണ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജൂതായിസമാണ്. അതായത് സിഹിറിന് ഫലസിദ്ധി ഉണ്ട് എന്ന് വിശ്വസിക്കലും അതിനെ എതിർക്കാതിരിക്കലും ജൂത വിശ്വാസമാണ് എന്ന് അബ്ദുൽ മാലിക് സലഫി പറഞ്ഞപ്പോൾ
എനിക്കിവിടെ ചോദ്യം ചോദിക്കാനുള്ളത് അവരോടല്ല, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മൻസൂർ അലിയോടാണ്. മൻസൂർ അലി ചെമ്മാട് സാഹിബ്, താങ്കൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരു സ്ലൈഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഖണ്ഡനത്തിൽ വിസ്ഡമിൻ്റെ പേരും ലോഗോയും ഒക്കെ ഒരു ജൂത സംഘടനയുടെ അടുത്തു നിന്നാണ് വന്നതെന്നുള്ളത് കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ ആരായി? ഒരു ലോഗോയും പേരും ഒക്കെ ജൂത സംഘടനയിൽ നിന്നാണ് വന്നതെന്ന് ഇവിടെ കഷ്ടപ്പെട്ട് പറയുന്ന സമയത്ത് അപ്പുറത്ത് പറയാണ്, ആ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ജൂതവിശ്വാസമാണ്, ഞങ്ങളും പറയുന്നത് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. വിശ്വാസം തന്നെ ഞങ്ങൾ ജൂതവിശ്വാസമാണെന്ന് ഒരു കൂട്ടർ ഇവിടെ പറയുമ്പോൾ പിന്നെ അപ്പുറത്ത് അതിൻ്റെ ലോഗോയും പേരും കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ അത് മണ്ടത്തരമല്ലേ? ഇതാണ് ഇതിൻ്റെ അതായിട്ട് വരെ വിശ്വാസം. ഇനി ഈ ഒരു ജിബ്തിലുള്ള വിശ്വാസം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയേണ്ട അത് ജൂതവിശ്വാസമാണെങ്കിൽ പിന്നെ ത്വാഗൂത്തിന് മിനൂന ബിൽ ജിബ്തി ത്വാഗൂത്തിൻ്റെ വിശ്വാസം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ ഒന്ന് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു വെക്കും. ഇനിയോ ജിബ്തിന് സിഹിർ നടത്തുന്നുണ്ട്, അതിനർത്ഥം സിഹിർ പലിക്കുന്നു വിശ്വസിക്കലല്ല, സിഹിർ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നു വിശ്വസിക്കലല്ല. എങ്കിൽ അലിമദിനി നിങ്ങൾ മറുപടി പറയണം. ജിബ്ത് മാത്രം യുമിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, താഗൂത്തുണ്ട്, താഗൂത്ത് ശൈത്താൻ. അപ്പൊ ശൈത്താൻ ഉപദ്രവം ചെയ്യും എന്ന് വിശ്വസിക്കൽ ശിർക്കാണോ? അത് ജൂദായിസാണോ? ശ്രദ്ധിച്ചോ? അതായത് യുമിനൂന ബിൽ ജിബ്തി എന്ന് പറയുന്നത് സിഹിർ കൊണ്ട് ഉപദ്രവം ചെയ്യലാണ് എന്നുണ്ടെങ്കിൽ, ത്വാഗൂത്ത് എന്ന് പറയുമ്പോൾ ഷെയ്ത്താൻ ഉപദ്രവം ചെയ്യും. ആ കൊണ്ട് രണ്ടാമത് ഇവിടെ പോയി, അത് ജൂദായിസം തന്നെയാണ്. ജൂദായിസവും വിസ്ഡായിസവുമാണത്. യുമിനൂന ബിൽ ജിബ്തി എന്ന് പറയുമ്പോൾ അത് സിഹർ കൊണ്ട്, മാരണം കൊണ്ട് ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ത്വാഗൂത്ത് എന്ന് പറയുന്നത് ഷെയ്ത്താനെ കൊണ്ട് അല്ലെങ്കിൽ ദുർമൂർത്തികളെ കൊണ്ട് ഉപദ്രവം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും ജൂദായിസം തന്നെയാണ്. മാരണത്തെ അവലംബിച്ചുകൊണ്ട് ഒരാൾക്ക് ഗുണമോ ദോഷമോ, ഈ ജിബ്ത് എന്ന പദത്തിന് മാരണം എന്നും വിഗ്രഹം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഈ മാരണത്തെ കൊണ്ടും വിഗ്രഹത്തെ കൊണ്ടും അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ജൂതവിശ്വാസമാണ്. അള്ളാഹു അതിനെ അവിടെ ഗണ്ണിക്കുകയാണ്, അവിടെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ത്വാഗൂത്ത്, ഷെയ്ത്താൻ അല്ലെങ്കിൽ ദുർമൂർത്തികൾ എന്നുള്ള ഈ രണ്ടർത്ഥങ്ങൾ. ഇത് രണ്ടും മുഖേന ഒരാൾക്കും ഒരാളെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല. അപ്പം നിങ്ങൾ തന്നെ എന്താ പറയുന്നത്, നിങ്ങളെ വിശ്വാസം ജൂദായിസാണെന്ന് പറയാം, അതിലൊരു വാക്കടർത്തി മാറ്റിക്കൊണ്ട് അതിനെ തിരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ആളുകൾക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഫൈസൽ മുസ്ലിയാർ അതിന് ശേഷം കയറി വരുന്നുണ്ട്. എന്നിട്ട് കുറേ നേരം മൻഹജു സലഫ് ആണ് പറയുന്നത്, സലഫി മൻഹജ്. എന്താണ് മൻഹജ് സലഫ്? എന്താണ് അവർ പറയുന്ന സലഫി മൻഹജ്? മൻഹജ് സലഫ് യഥാർത്ഥമായിട്ട് ആരാണ് പിന്തുടരുന്നത് ഇനി ഞാനിതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട അലിമദനി അത് വ്യക്തമായിട്ട് ഇവിടെ നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് പറയുന്ന സമയത്ത് ഫൈസൽ മൗലവി ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഖുർആൻ മാത്രം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അമലുകൾ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള പോരായ്മകൾ, അതായത് ഖുർആൻ മാത്രം സ്വീകരിച്ചുകൊണ്ടുള്ള ആളുകളുടെ നിസ്കാരങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. ആരാണ് ഇവിടെ ഖുർആൻ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിമായിട്ട് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ വിശദീകരണമായിട്ടുള്ള തിരുസുന്നത്ത് അത്യാവശ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം അഖീദ വിഷയത്തിൽ ഖുർആൻ പൂർണ്ണമാണ്. അത് ഏതൊരാൾ ഹൃദയശുദ്ധിയോടുകൂടി വായിച്ചാലും അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ ഒരേ ആദർശം, ഒരേ സത്യസന്ധമായ ആദർശമാണ് അതിൽ നിന്ന് തെളിഞ്ഞു വരിക. ഇതിങ്ങനെ പറയുമ്പോൾ പൊതുവെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങളൊരു പഞ്ചിന് വേണ്ടി പറയണമല്ലെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങളൊരു പഞ്ചിന് വേണ്ടി പറയണമല്ലേ? നിങ്ങൾ മർക്കസ് ദഅവയിലുള്ളവരും നിങ്ങളെ പണ്ഡിതന്മാരും നിങ്ങളെ കിതാബുകളിൽ നിന്നുമൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ സ്വീകരിച്ചിട്ട് അങ്ങനെയല്ലേ ഖുർആൻ മനസ്സിലാക്കുന്നുള്ളത്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. പൊതുവേ സംഘടനയുടെ ഏത് സംഘടനയാണെങ്കിലും സംഘടനയുടെ മേന്മകൾ പറയാൻ താല്പര്യപ്പെടാറില്ല. പക്ഷേ ഈ ഒരു ഉദാഹരണം, ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഉപകാരപ്പെടും. കഴിഞ്ഞ വർഷം 2023 ഡിസംബറിൽ, അതായത് കൃത്യം ഒരു വർഷം മുന്നേ, ഞാൻ മാതാപിതാക്കളെയും കൊണ്ട് കോഴിക്കോട് അവരൊരു ഡോക്ടർ കൺസൾട്ടേഷനായിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോക്കിൽ അവരെ കുറേ നേരം വെയിറ്റിംഗ് പീരീഡ് വന്നപ്പം എന്താണ് നേരം ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എറണാകുളത്തു നിന്നുള്ള ഒരു പ്രവർത്തകൻ, വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം,
എപ്പോഴെങ്കിലും കോഴിക്കോട് പോവുകയാണെങ്കിൽ ഒന്ന് മർക്കസ് ദഅവയിലേക്ക് ഷഹലൊന്ന് പോകണം, എന്നിട്ട് ജലീൽ മാഷെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണം, എന്നിട്ട് നമ്മളിവിടെ കാക്കനാട് നമ്മൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു സമ്മറി കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും അങ്ങനെ ഒരു കുറച്ച് സമയം കിട്ടിയപ്പോൾ മർക്കസ് ദഅവയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മർക്കസ് ദഅവയിൽ ഞാൻ എത്തിയ സമയത്ത് ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഒരു കെട്ടിടത്തിലോട്ട് പോണത്, ആ സ്ഥലത്തോട്ട് തന്നെ. എന്നിട്ട് ഞാൻ ആ ഓഫീസിലോട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജലീൽ മാഷെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ളത്. ജലീൽ മാഷ് ഇവിടെ ഇല്ല, എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇതാ വന്ന്, ഞാൻ പുതുതായിട്ട് ഈ ആദർശത്തിലോട്ട് കടന്നു വന്ന ആളാണ്, ഇങ്ങനെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഖുർആൻ മുഖേന പഠിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇവിടെ സെക്രട്ടേറിയറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിയാനുള്ള സമയമായി, നമുക്കൊന്ന് അവിടെ കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം മൊത്തം മർക്കസ് ദഅവയിൽ ഒന്നായിട്ട് എല്ലാ ടൂറ്, എനിക്കൊരു ടൂർ നടത്തി തന്നെ എല്ലാം വിശദമായിട്ട് കാണിക്കുകയും പരിചയപ്പെടുത്തുന്ന നല്ല മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് കൂടി ആ കോൺഫറൻസ് റൂമിൽ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവരെന്നോട് ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ അനുഭവം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇവിടെ ഉള്ള ജാബിർ റഹ്മാനി സാഹിബ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം അവരെന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മാരണത്തിൻ്റെ ഫലസിദ്ധിയും ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി. അപ്പോൾ മർക്കസ് ദഅവയാണ് ഇപ്പോൾ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ, ഇപ്പോൾ യഥാർത്ഥ ആദർശം സ്വീകരിക്കുന്ന ഏക പ്രസ്ഥാനം എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആദർശം സ്വീകരിച്ചത് എന്ന് ഞാനവിടെ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു എങ്ങനെയാണ് ഈ പഠനം നടത്തിയത്, എന്താ പഠിച്ചതെന്നല്ല ചോദിച്ചത്, എങ്ങനെയാണ് ഈ പഠനം നടത്തിയെന്നുള്ള ചോദ്യം. ഖുർആൻ മുഖേനയാണ് ഈ പഠനം നടത്തിയതെന്ന് പറഞ്ഞപ്പോൾ അപ്പം വന്നെടുത്ത മറുപടിയാണ് 2 മാസം കഴിഞ്ഞ് നമ്മളെ സംസ്ഥാന സമ്മേളനമാണ്, ഷഹൽ അതിലൊന്ന് സംസാരിക്കണമെന്നുള്ളത്. അതായത് 10 ആളെ മുന്നിൽ പോലും സംസാരിച്ചിട്ടില്ല, ഈ ഒരു വിഷയം എവിടെയും സംസാരിച്ചിട്ടില്ല, സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കണം. അത് ഖുർആൻ മുഖേന ഇത് പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ അക്ഷരസ്ഫുടതയില്ല, തീരെ സംസാരിക്കാൻ പരിചയമില്ല, അപ്പോൾ അതെന്തായാലും പറ്റില്ല, എന്നാൽ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു ഇംഗ്ലീഷ് സെഷൻ ഉണ്ട്, അതിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഒരു ഭംഗി വാക്കായിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ, ഒരിക്കലും സംഭവിക്കാത്ത ആൾക്കൂട്ടത്തിന് മുന്നിൽ എണീറ്റ് സംസാരിച്ച് ഒരു പരിചയവുമില്ലാത്ത ഒരാളോടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം കൈകാര്യം ചെയ്ത് പേഴ്സണലി പോലും ആളുകളോട് തീരെ സംസാരിക്കാത്ത ഒരാളോട്. പക്ഷെ അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. ISMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇംഗ്ലീഷ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൽ 5 പാനലിസ്റ്റുകളിൽ ഒരാൾ ഷഹലാണ്. ബാക്കി ടോപ്പിക്ക് തന്നു, ബ്ലാക്ക് മാജിക് ആൻ ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പോഴാണ് ഞാനിത് കാര്യമായിരുന്നു എന്നുള്ളത് ചിന്തിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഷഹൽ എന്താണ് ഖുർആനിൽ നിന്ന് പഠിച്ചതെന്ന് ചോദിച്ചില്ല. പിന്നെ തൊട്ടടുത്ത ആഴ്ച ഈ 5 പാനലിസ്റ്റുകളെയും കൂടി കൂട്ടിയിട്ടുള്ളൊരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ്, അതിലെല്ലാവരോടും ഒരു സമ്മറി ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഫിൽറ്റർ ചെയ്യുന്ന എന്ത് കണ്ടൻറ്റ് പറയണം എന്ന് ഫിൽറ്റർ ചെയ്യുന്ന സ്ഥലം എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരോടും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. പക്ഷെ ഞാൻ എന്നെ സമ്മറി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഖുർആനിൽ നിന്ന് ഈ വിഷയം പഠിച്ചതിനെക്കുറിച്ച് പറയുന്ന പറഞ്ഞപ്പോൾ പിന്നെ ചോദ്യമില്ല, പിന്നൊന്നും ചോദിച്ചില്ല, അതോടെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നാലും സ്റ്റേജ് കയറുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് വരുമല്ലോ. ഇയാൾ ഖുർആനിൽ ഈ വിഷയം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയാണ്ടെന്നാൽ ഖുർആനിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആൾക്കാർ പറയാം സംസ്ഥാന സമ്മേളനത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് സമ്മേളനത്തിൻ്റെ 3 ദിവസം മുന്നേ ഒരു സിനോപ്സിസ് കൊടുക്കാൻ പറഞ്ഞു. അവിടെയും ഞാൻ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് മാത്രമാണ് അതിലിട്ടത്, അവിടെയും ചോദ്യം വന്നില്ല. എന്നിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഈ പറഞ്ഞിട്ടുള്ള ഖുർആൻ മുൻനിർത്തി ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സംശയത്തിനും പഴുതില്ലാതെ ഒരേ സത്യമാവും, ഹൃദയശുദ്ധിയോടുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് അക്ഷരം പ്രതി അംഗീകരിക്കുന്ന, ആ സത്യം മനസ്സിലാക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു എനിക്കവിടെ ബോധ്യപ്പെട്ടതെന്ന്. ഒരു 10 തലമുറ കഴിഞ്ഞാലും ഈ വിസ്ഡം ആശയം മുൻനിർത്തി നിൽക്കുന്ന കൂട്ടർക്ക് ഞാൻ ഉറപ്പ് പറയാം, സംസ്ഥാന സമ്മേളനം പോട്ടെ, വിസ്ഡം ലേബൽ ഒട്ടിച്ചിട്ടുള്ള ഒരു സ്റ്റേജ് പോലും നിങ്ങൾക്ക് ഞാൻ ഖുർആൻ മുഖേന ഒരു വിഷയം പഠിച്ചു, പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം പഠിച്ചു എന്നതുകൊണ്ട് നീ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ എന്ന് ധൈര്യപ്പെടില്ല പറയാൻ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റും. ഇനി ഫൈസൽ മുസ്ലിയാർ അടുത്തതായിട്ട് ഇവിടെ കുറേ വട്ടം പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ എന്നാലും അദ്ദേഹം എത്രത്തോളമാണ് അത് ഗൗരവമായിട്ട് എടുക്കുന്നുള്ളതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷിർക്കിനെ കുറിച്ചിട്ട്, ഷിർക്കിൻ്റെ ഫലസിദ്ധി ഉണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചിട്ട് ഒന്ന് കേട്ടു.
ഇനി മറ്റൊരു വിഷയം ഇവിടെ വന്നത് എന്താ? ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നാണ്. ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നതാണ് മറ്റൊരു വിഷയം. അത് വലിയൊരു പ്രശ്നമാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാക്കുന്നുള്ള കൂട്ടരെ, ഇതിലും വലിയ പ്രശ്നമാക്കേണ്ട വിഷയം ലോകത്ത് ഉണ്ടോ? നിങ്ങൾ എത്രത്തോളം ലാഘവത്തോടു കൂടെയാണ് ശിർക്കിനെ കാണുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാവാത്തത്. എത്രത്തോളം സില്ലിയായിട്ടാണ് അവർ. ശിർക്കിന് ഫലമുണ്ട്. ആരാണ് ശിർക്കിന് ഫലമില്ലാത്തത്? ശിർക്കിന് ഫലമുണ്ട് എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്ത് ഇതൊക്കെ നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ സ്റ്റേജും കെട്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്? നമ്മൾ വീട്ടുകാരും പറയാൻ വേണ്ടിയിട്ടോ? സത്യമായിട്ട് മനസ്സിലാക്കാതാണ് ചോദിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സൂറത്തുൽ ഇസ്രായേൽ 20-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട്, ഞാൻ ആ ക്ലിപ്പ് ഇടുന്നില്ല, അടുത്ത ക്ലിപ്പ് സ്കിപ്പ് ചെയ്തിട്ട് മുമ്പിലോട്ട് പോയാൽ മതി, ഇപ്പിടണ്ട. അപ്പോൾ അത് ആലി മദനി സാഹിബും ബഹുമാനപ്പെട്ട കരിമ്പലാക്കലും വിശദമായിട്ട് തന്നെ ആ ആയത്തിൽ പറയുന്നതും ആയത്തിൻ്റെ തൊട്ട മുന്നത്തെ 2 ആയത്തുകൾ എന്താണ് ആദ്യത്തെ ഹാവുലായും രണ്ടാമത്തെ ഹാവുലായും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും സമയപരിധി കാരണം അതിലോട്ട് പോകണില്ല. വീണ്ടും വീണ്ടും പറയേണ്ട വിഷയമാണ്. ഒരിക്കലും നിർത്താതെ അവരത് തിരുത്തും വരെ പറയേണ്ട വിഷയമാണ്. സമയപരിധി കാരണം മാത്രം പറയുന്നില്ല. റബ്ബിൻ്റെ, അതായത് റുബൂവിയത്തിനെ നേരിട്ട് നിഷേധിക്കുന്ന പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൾതറുഹു ഇലാ അദാബിൻ നാരി വബിഅസൽ മസീർ. അതായത് കാഫിര്യങ്ങളായിട്ടും കുഫ്ർ ചെയ്തവർക്കും ഞാൻ കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ റുബൂവിയത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ അവർ ചെയ്ത ഷിർക്കിൻ്റെ ഫലമായിട്ടല്ല. ഇത് പറയുന്നത് ആരാണ്? ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയുള്ളതാണെങ്കിലും ആവട്ടെ, അതിൽ അതിൽ ഡ്രോപ്പ് ഔട്ട് ആവേണ്ട ഒരു സഹോദരൻ, അവിടെ നിന്നുള്ള പീഡനങ്ങൾ കിട്ടിയിട്ട് ഡ്രോപ്പ് ഔട്ട് ആവേണ്ട ഒരു സഹോദരൻ എൻ്റെ കാക്കനാട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് ആളുകളെ ഓരോ സ്ഥലത്തേക്ക് ബ്രെയിൻ വാഷ് ചെയ്യുന്നതും എത്രത്തോളമാണ് അവരെ ആദർശം സ്വീകരിക്കാത്തവരെ പീഡിപ്പിക്കുന്നതും എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. പക്ഷെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡയറക്ടർ അല്ല നിങ്ങൾ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ 2 സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെ ഖണ്ഡനം കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട്, അതായത് വിഷയം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്. അവർക്ക് പക്ഷെ കുറേയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നല്ല അറിവും നല്ല വിവരം, അവർ സംസാരിക്കുന്ന നല്ല പക്വതയോടുകൂടിയാണ്. വിഷയം പഠിക്കാൻ ഉള്ളിൽ ഹൃദയത്തിൽ നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇത്രയും തരം താഴ്ന്നിട്ടാണോ താങ്കൾ പ്രതികരിക്കേണ്ടത്? താങ്കളൊന്ന് ചിന്തിച്ച് നോക്ക്. എങ്ങനെയാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ താങ്കളെ നോക്കി കാണുക എന്നുള്ളത് താങ്കളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളെ പരപ്പനങ്ങാടിക്കാർക്കും എല്ലാവർക്കും നല്ല പരിചിതമായിട്ടുള്ളൊരു ചൊല്ലുണ്ടാവും, മൊല്ലാക്ക നടന്നു പാത്തിയാൽ കുട്ടികൾ മലർന്ന് പാത്തുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ചൊല്ല് ഇവിടെയുള്ള എല്ലാവർക്കും എന്തായാലും പരിചയം ഉണ്ടാവും. അപ്പോൾ ഈ ഫൈസൽ മൗലവി ഇതിങ്ങനെ പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ മുഖാമുഖങ്ങൾ കണ്ടവർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒന്ന് വായെന്ന് പറഞ്ഞു പോയാൽ അത് ഈഗോ കാരണം അത് തിരുത്തുന്നതിന് പകരം പിന്നെ അവിടെ കിടന്നിട്ടുള്ള അതിൻ്റെ ന്യായീകരണങ്ങൾ മാത്രമാണ്. അതിൽ സ്വന്തം നിലനിൽക്കുന്ന സംഘടനയെ പഴി പറഞ്ഞാലും കുഴപ്പമില്ല, സംഘടനയിലെ ആളുകളെ നേരെ അവരെ കുറ്റപ്പെടുത്തിയാൽ എന്താണെങ്കിലും കുഴപ്പമില്ല. അത് മിക്ക മുഖാമുഖങ്ങളിൽ നമ്മൾ കാണാം. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളൊരു മിസ്റ്റേക്ക് തിരുത്തുന്നതിന് പകരം അത് റുബൂവിയത്തിനെ പച്ചക്ക് ശിർക്കാക്കുന്ന രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞിങ്ങനെ ഒപ്പിച്ചിങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശിഷ്യൻ എന്ത് ചെയ്തു? അത് നേരെ നല്ല വൃത്തിക്കൊരു സ്ലൈഡൊക്കെ ആക്കിയാണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ വിസ്ഡമിൻ്റെ വിശ്വാസം എന്താണെന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. 10-20 സ്ലൈഡുകളുണ്ട്. മാർക്കസ് ദാവയുടെ വിശ്വാസം എന്താണ്, വിസ്ഡമിൻ്റെ വിശ്വാസം എന്താണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ വ്യത്യാസം പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൽ മറ്റേ കുറേ സത്യങ്ങളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളൊക്കെ അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം എന്തായാലും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായി. അവരുടെ പ്രോഗ്രാം പോലും മുഴുവനായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അതിൽ ബോധ്യപ്പെട്ടത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ 12-ാമത്തെ സ്ലൈഡ് അദ്ദേഹം നമ്മുടെ ആ ഒരു എഫേർട്ട് ഒഴിവാക്കി തന്നതിന് വീണ്ടും നന്ദി പറയാണ്. കാരണം നമുക്ക് വേണ്ടി എന്താണ് വിസ്ഡമും മർക്കസ് ദഅവയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ന് വ്യക്തമായി കാണിക്കുന്ന സത്യസന്ധമായ ഈ ഒരു സ്ലൈഡ് അദ്ദേഹം കാണിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ. 9-ാമത്തെ. അടുത്തതായിക്കൊണ്ട് വിസ്ഡത്തിന്റെ വാദമായി നമ്മൾ പറഞ്ഞിരുന്നത് ഷിർക്കിന് ഫലമുണ്ട്, അഥവാ നഫ്ഉം അസറും ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവരുടെ വാദം ഷിർക്കിന് ഫലമില്ല എന്നതാണ്.
ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ട്. ഷിർക്കിന്, അതായത് മൊല്ലാക്ക് എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് പോകാൻ നേരത്ത് വിസ്ഡമിൻ്റെ വിശ്വാസം ഷിർക്കിന് തീറും നഫവും ഉണ്ട് പൂർണ്ണമായി. എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുള്ളൂ, നല്ലതാണ്. അത് പൂർണ്ണമായി അതവരവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ പരം എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട വിസ്ഡം സഹോദരന്മാരെ, എത്രയും പ്രിയപ്പെട്ട വിസ്ഡം സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന സംഘടന അത് ഷിർക്കിന് വേണ്ടി നിലകൊള്ളുന്ന, ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കാൻ കൂടി, ഈ വിഷയം പഠിച്ച് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു കാലതാമസം നിങ്ങൾക്ക് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ മരണമെങ്കിൽ ഷിർക്കിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ആ മരണം ഉണ്ടാവുക എന്നുള്ളത് ഗൗരവത്തോടുകൂടി, അതീവ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാനും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രിയ സുഹൃത്തുമായിട്ടുള്ള എൻ്റെ ബന്ധിക്കപ്പെട്ടിരുന്ന എൻ്റെ ചിന്തകളെ അതിൻ്റെ കൂട് തുറന്നു വിടാൻ സഹായിച്ച മൻസൂർ മൗലവിയായിട്ട് സ്ഥിരം ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയും, വിസ്ഡം തെറ്റായിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ് എന്നുള്ള ഏകദേശം ബോധ്യമായി. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഷിർക്ക് അവരുടെ മേലെ ആരോപിക്കുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആരോപണം അത് ഷിർക്കിൻ്റെ ആരോപണമല്ലേ? അവർ ഷിർക്ക് ചെയ്യാനൊന്നും ആരോടും ആഹ്വാനം ചെയ്യുന്നില്ലല്ലോ. ഒരു ഷിർക്കൻ പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസം അത് ഷിർക്കല്ല. ഷിർക്കല്ല എന്ന് പറയുമ്പോൾ വസീലത്തു ഷിർക്കും ഹറാമും ആയിട്ടല്ലേ പറയുന്നുള്ളൂ. എന്തിന് ഇങ്ങനെ ഷിർക്ക് ആരോപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ഒരു ഷിർക്കായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസം അത് ഷിർക്കല്ലാത്ത അതിൻ്റെ തൊട്ടത്താഴെ എന്തുമാവട്ടെ മറ്റെന്തിലോട്ട് വെച്ച് കെട്ടുമ്പോഴും അത് ഷിർക്കിൽ കുറഞ്ഞ ഒരിറ്റുപോലും കുറഞ്ഞൊന്നുമല്ല. അത് ഷിർക്ക് സ്ഥാപിക്കാനല്ലാതെ മറ്റൊന്നുമല്ല അതിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി ആ ഷിർക്ക് സ്ഥാപിക്കലിലൂടെ ഇവിടെ തെളിച്ചിരിക്കുകയാണ്. ഇവിടെ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും പോയ സമയത്ത് ഒരു വിശുദ്ധം സഹോദരൻ ഒരു സ്ലിപ്പ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഫൈസൽ മൗലവി ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന സമയത്തായിരുന്നു ഈ ചോദ്യം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രസക്തി ഉണ്ടായിരുന്നു, കുറച്ചുകൂടി. അതിന് ശേഷം നമ്മളെ ശിഷ്യം വന്നിട്ട് ഷിർക്കിന് തഅ്സീറും നഫ്ഉം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ ചോദ്യം ചോദിച്ച സഹോദരൻ ആ ഭാഗം കൂടി, അവരെ സമാപനം കൂടി കേട്ടിട്ട് വേണ്ട ആ വീഡിയോ കാണുന്നത് നിർത്താൻ, അല്ലെങ്കിൽ നേരിട്ട് കേട്ട ആളാണെങ്കിൽ എണീറ്റ് പോവാൻ, വിശന്നിട്ട് പോയതാവും. എന്താണ് ഇതിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യം? മമ്പ്രം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്, മമ്പ്രം തങ്ങൾ ഉത്തരം നൽകും, ഇതാണ് ഷിർക്കിൻ്റെ ഫലം. ഈ വാദം എപ്പോഴാണ് വിസ്ഡം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ, ഷെയ്ത്താനെ ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഷെയ്ത്താൻ ഫലം ചെയ്യുന്നുള്ളത്. പൊന്ന് സുഹൃത്തെ, ആരാണെങ്കിലും എനിക്കറിയില്ല ആളാരാണ് കൊടുത്തതെന്നുള്ള അറിയില്ല. ഇവിടെ നമ്മളെ വോളണ്ടിയേഴ്സിൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. ഷിർക്കിന് തഅ്സീറുണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾ വാദിച്ചു കഴിഞ്ഞു. ഒന്നെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മൾ ഓരോ പരിപാടിക്കും ഇതിനും വന്നിട്ട് അതിൻ്റെ ഇൻ്റർവെല്ലിൽ വന്നിട്ട് ഇങ്ങനെ സ്ലിപ്പ് എഴുതിയിട്ട് ബിൽഡിങ്ങിന് സഹായിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞൊന്ന് തെളിയിച്ചു തരൂ. മലക്കിന് സഹായിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു തരൂ. CM മടവൂരിന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് എന്താണ്, അതിന് ഫലമുണ്ടാവും, അദ്ദേഹം ഫലം തരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തെളിച്ചു. നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്നതിന് മുഴുവൻ നിങ്ങളതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള രൂപം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഷിർക്കിന് തഅ്സീറുണ്ട് എന്നുള്ളത് നിങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറം നിങ്ങൾ എന്തിനാ പറയാൻ ബാക്കിയുള്ളത്? ഇതിലോരോ എന്തിനൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും മനുഷ്യന് മനസ്സിലാവാൻ സാധിക്കാത്ത രൂപത്തിൽ എന്തിനോട് തേട്ടം നടത്തിയാലും അത് ഷിർക്ക് തന്നെയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഷിർക്കാണ്, ഷിർക്കിന് ഫലമുണ്ട് എന്ന് നിങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ മമ്പ്രം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് അതിന് ഫലം ഉണ്ടാവൂല എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ മമ്പ്രം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കല്ല എന്നുള്ളത് നിങ്ങൾ പറയുക. അതേപോലെ ഷെയ്ത്താനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാവുമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങൾ തെളിച്ചു തരൂ. അതിന് ഫലമുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത് ഷിർക്കല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങൾക്കും ഫലമുണ്ട് എന്നുള്ളത് നിങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഹയ്യും ഹാദിറും ഖാദിറുമായിട്ടുള്ള വിഷയം, ആ വിഷയത്തിൽ
അതിൻ്റെ ഭൗതികം അഭൗതികം അതുപോലെ സൃഷ്ടി കഴിവ് മനുഷ്യ കഴിവ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ അതിലോട്ട് വീണ്ടും പോകുന്നില്ല. ഹയ്യും ഹാലറും ഖാദിറും ആയിട്ടുള്ളവയോടുള്ള തേട്ടം ഇത് അവർ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ ഉണ്ടാവില്ല എന്നുള്ളത്. ഹയ്യും ഹാലറും ഖാദിറും ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് തന്നെ വിസ്ഡം പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് തൗഹീദിൻ്റെ മൗലികത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംശയ നിവാരണ സെഷനിൽ ഞാൻ എണീറ്റ് നിന്ന് ഫൈസൽ മൗലവിയോട് ചോദിച്ചിട്ടുണ്ടായി. ഒരൊറ്റ ഉദാഹരണം, അതായത് അദ്ദേഹം ആ ക്ലാസ്സിലുടനീളം കുറേ മൊഴിസത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മൊഴിസത്തോ കറാമത്തിലോ പെടാത്ത സ്വാഭാവികമായിട്ടുള്ള ഒരൊറ്റ ഉദാഹരണം, ജിന്ന് മനുഷ്യനെ സഹായിക്കുന്ന ഒരു ഉദാഹരണം താങ്കൾ പറഞ്ഞു തരുമോ എന്നുള്ള അദ്ദേഹത്തോട് ചോദിച്ചു. ആ ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഉത്തരം തുടങ്ങുന്നത് എന്താണെന്നറിയോ? ആ ഉത്തരം മുഴുവൻ പ്ലേ ചെയ്യാൻ ഇപ്പോൾ നേരം ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് സുലൈമാൻ നബി ജിന്നുകളുമായിട്ടുള്ള കാര്യം. അപ്പം അത് മൊഴിസത്താണല്ലോ. അല്ല, അത് മൊഴിസത്താണ്. സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത് മൊഴിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഒരൊറ്റ ഉദാഹരണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മൊഴിസത്തല്ലാത്ത. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപചോദ്യമായിട്ട് ഞാൻ മൂസാ നബിയുടെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ, മൊഴിസത്തായിട്ട് ബന്ധപ്പെട്ടുള്ളൂ എന്ന് ചോദിക്കേണ്ടത്. ഒന്ന് കേട്ടു നോക്കുക. അദ്ദേഹം എങ്ങനെയാണ് കള്ളങ്ങൾ വളച്ചൊടിക്കാൻ എത്ര വിദഗ്ധമായിട്ടാണ് ചെയ്യുന്നത് ഒന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂസാ നബി വടിയിട്ട ഉദാഹരണമാണ് മൊഴിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത്. അതേ കാര്യം ഞാൻ ഇതിനോട് ഇപ്പം പറഞ്ഞ ഒരു പോയിന്റിനോട് കണക്ട് ചെയ്ത് പറയാം. മൂസാ നബിക്ക് വടി കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതല്ല അവിടെ പറഞ്ഞ മൊഴിസത്ത്. അതായത് ആ വടി എപ്പോഴിട്ടാലും പാമ്പാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ആ മൂസാ നബി ആ വടി ഇടുമ്പോൾ ആ പ്രത്യേക സമയത്ത് അത് പാമ്പാവുന്നത് അത് ആ മുജിസത്തിൽ പെട്ട ഒരു കാര്യമല്ല. അല്ലാതെ ആ വടി മൂസാ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു കാര്യമല്ലല്ലോ അവിടെ മുജിസത്ത് വരുന്നത്. അതേ രൂപത്തിൽ തന്നെ. അതേ രൂപത്തിലല്ല. അത് വ്യത്യാസം എന്ന് വെച്ചാൽ വടിയുടെ പ്രകൃതമല്ല വടി സർപ്പമാവുക, സർപ്പവടിയാകുന്നത്. എന്നാൽ കാറ്റിന്റെ പ്രകൃതമാണ് ആ കാറ്റ് സഞ്ചരിക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കണം. ജിന്നുകളെ പ്രകൃതമാണ് നിർമ്മാണം. ജിന്നുകളുടെ പ്രകൃതമാണ് കടലിൽ മുങ്ങുക, മുത്തെടുക്കുക, അതവരുടെ പ്രകൃതമാണ്. ആണ് ആ പ്രകൃതം. അപ്പൊ ഏതാന്ന് ചോദിക്കാം. സുലൈമാൻ നബിയായിട്ട് ബന്ധപ്പെട്ട സമയത്തല്ലാതെ ഇതുപോലെയുള്ള വലിയ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും. സുലൈമാൻ നബിക്ക് മാത്രമല്ല, അത് വേറെ ഏത് സന്ദർഭത്തിലാണ് അത് അവര് ലോകത്ത് ചെയ്യുന്നുണ്ടാവാം. ഒന്ന് പോസ് അതായത് ഉണ്ടാവാം എന്നുള്ള നമ്മൾ ഈ ഒരു ഒറ്റ അങ്ങനെ വേറെയുണ്ട്. ശ്രദ്ധിച്ചല്ലോ, വേറെയുണ്ട്. സുലൈമാൻ നബിയുടെ സംഭവം അല്ലാതെ വേറെയുണ്ട്. അത് ഏതാണ് അപ്പോൾ ഉള്ളത്? അത് വേറെയുണ്ട്. അതേതാണ്? അത് അവരുടെ ലോകത്തുണ്ടാവാം. ഇപ്പം എത്ര വിദഗ്ധമായിട്ടാണ് ഒരു കളവ്. അതായത് ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പ്രമാണത്തിൽ നിന്ന് മാറി തൻ്റെ ഊഹങ്ങൾ എല്ലാം പ്രമാണമായിട്ടാണ് ഇപ്പം അദ്ദേഹം സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി പറയുന്നൊന്ന് കേട്ടു. പ്രധാന ചോദ്യം അതായത് ഉണ്ടാവാം എന്നുള്ള നമ്മൾ ഈ ഒരു മറ്റിപ്പോ അവരെ ലോകവുമായി നമ്മൾ ബന്ധപ്പെടുന്നത്. അവരെ ലോകത്തെ എവിടെ ഉണ്ടാക്കി വെച്ച് നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ എന്തുണ്ടാക്കി നമുക്ക് അറിയില്ലല്ലോ. അവർക്ക് അവരുടെ ലോകത്ത് അവിടെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ശൈത്താന്മാരെ അല്ലെങ്കിൽ ജിന്നുകളെ സുലൈമാൻ നബി കീഴ്പ്പെടുത്തി കിട്ടി എന്നതാണ് മുഴുവത്ത്. അവിടെ കീഴ്പ്പെടുത്തിയതുകൊണ്ട് അവരുടെ കഴിവുകൾ വർദ്ധിക്കുന്നുണ്ടോ? സുലൈമാൻ നബി കീഴ്പ്പെടുത്തി കിട്ടിയപ്പോൾ ജിന്നുകളെ കഴിവ് വർദ്ധിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സുലൈമാൻ നബി ചെയ്തതെന്താണ്? അവർക്കുള്ള കഴിവുകളെ, അവർക്കുള്ള വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്താൻ അവരെ കീഴ്പ്പെടുത്തി കിട്ടിയതാണ് മുഴുവത്ത്. ഇപ്പൊ സാഹിറുമാർ ഉപയോഗിക്കുന്നു ഇവിടെ ശൈത്താന്മാരെ. അവിടെ സാഹിറിന് കീഴ്പ്പെടുത്തി കിട്ടിയിട്ടില്ല. സാഹിറിന് ശൈത്താനെ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടില്ല. മുഴുവത്തായിട്ട് സുലൈമാൻ നബിക്കോ കീഴ്പ്പെടുത്തി കിട്ടി. സാഹിർ ഉപയോഗിക്കുന്നത് ശൈത്താന്റെ കഴിവുകളെയാണ്. സുലൈമാൻ നബി ഉപയോഗപ്പെടുത്തിയതും അവരുടെ കഴിവുകളെയാണ്. എന്നാൽ കീഴ്പ്പെടുത്തി കിട്ടിയതാണ് മുഴുവത്ത്. കീഴ്പ്പെടുത്തി കിട്ടിയപ്പോൾ ആ കീഴ്പ്പെടുത്തപ്പെട്ട ശൈത്താനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം അവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ ലോകത്ത് അവർക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ട് കഴിവുള്ളതാവാം എന്ന് പറഞ്ഞു, റബ്ബിന് അറിയാം. പക്ഷെ അതുപോലെ തന്നെ അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം കഴിവ് കൊടുത്തു എന്നുള്ളതും ആവാം. അങ്ങനെ പറയാൻ പറ്റുമല്ലോ. മറ്റേതും അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാം. അപ്പൊ ജിന്നുകൾക്ക് അതുള്ള സ്പെഷ്യൽ കഴിവ് വന്നതോ? കീഴ്പ്പെടുത്തി കിട്ടിയതുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ റബ്ബിന് റബ്ബ് കഴിവ് കൊടുക്കാമല്ലോ. അത് മനുഷ്യന്മാർക്ക് എന്നൊക്കെ പറഞ്ഞ സുലൈമാൻ നബിക്ക് വേണ്ടി മുങ്ങുന്നവർ, മറ്റാമൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അതേപോലെ തമാസയിലെ കുദൂറാസിയാത്ത് വലിയ വലിയ പാത്രം ഉണ്ടാക്കുന്നവർ, വലിയ വലിയ പ്രതിമ ഉണ്ടാക്കുന്നവർ എന്നൊക്കെ പറഞ്ഞത് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർക്ക് അള്ളാഹ് പ്രത്യേകമായി കഴിവ് കൊടുത്തതാണ് എന്ന്
ഇതുവരെ ചർച്ച എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച എവിടെയും കിതാബിലോ മറ്റൊന്നും ഇത് വിശദീകരിച്ച് കാണുന്നില്ല. അപ്പോൾ അത് എവിടെയും കണ്ടിട്ടില്ല, കിതാബിലും ചർച്ചയിലും ഒന്നും കണ്ടിട്ടില്ല. മറ്റേത് മൂപ്പർക്ക് എവിടെയും കിതാബിലോ ചർച്ചയിലോ ഒന്നും വേണ്ട, മൂപ്പര് ഊഹിച്ച് അത് നിഗമനപ്പെടുത്തുന്നതൊക്കെ ആവാം. ഞാൻ വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം, നിങ്ങളൊരു ജിന്ന് മനുഷ്യനെ സഹായിച്ച ഉദാഹരണം ഒന്നും കൊണ്ടുവരണ്ട. മുഅ്ജിസത്തോ കറാമത്തിൻ്റെയോ ഭാഗമല്ലാതെ പ്രാമാണികമായിട്ട് ഒരൊറ്റ ഉദാഹരണം, ഒരു ജിന്നിന് മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരെ വെറും ഭ്രാന്താക്കുകയാണ്. ഈ ഹൈ ഹാവർ ഖാദിർ വിഷയം കൊണ്ടുവന്നിട്ട് വെറും ഭ്രാന്തന്മാരാക്കുകയാണ് നിങ്ങളെ കൂടെ ഉള്ളവർ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പിന്നെ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഒരു മേഘം അഥവാ ഹയ്യും ഹാദറും ഖാദിറും ആയിട്ടുള്ള ഒരു, നമുക്കത് ജീവൻ ഇല്ല എന്നാണ് നമ്മളെ നിഗമനം. പക്ഷേ ഇൻ കേസ് ഹയ്യും ഹാദറും ഖാദിറും ആയിട്ടുള്ള ഒരു മേഘം ഉണ്ടെങ്കിലോ, അപ്പം മേഘമേ നീ എങ്ങാനും ഖാദിറാണെങ്കിൽ ഹയ്യാണെങ്കിൽ നീ ഒന്ന് മഴ പുറപ്പെടുവിച്ചു തരണേ. എൻ്റെ വയറ്റിലുള്ള എൻസൈമേ നീ എങ്ങാനും ഖാദിറാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ രോഗങ്ങളൊക്കെ നീ മാറ്റി തരണേ. ഈ പറയുന്നതിന് തുല്യല്ലേ? ആളുകളെ വെറും മണ്ടന്മാരാക്കുന്ന രീതിയിലല്ലേ ഇവർ പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം പോലും ഇന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടില്ല. ഇനി ഇവർ തന്നെ പറയുന്നു ഇങ്ങനെ ഒരു സാധനം ഹയ്യും ഹാദറും ഖാദിറും എന്നുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നുള്ളത്. പിന്നെ എന്തിന്? ഈ ഉത്തരമാണ് നേരത്തെ ആ ശിഷ്യൻ അവിടെ വിവരിച്ചു തന്നത്. ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൽഹംദുലില്ലാ, ഈ ഒരു ഖണ്ഡന പരമ്പര കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം ആ ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി അവർ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ലക്ഷ്യം അവർ നല്ല വൃത്തിക്ക് അത് പുറത്തേക്ക് സ്ലൈഡ് രൂപത്തിൽ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ വന്നു കഴിഞ്ഞു. ഒറ്റ കാര്യം നേരത്തെ സൂറത്തുൽ ഫലക്കിൻ്റെ ഇതിൽ വിട്ടുപോയിട്ടുള്ള, അതെന്തായാലും ഇനി ചോദ്യം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുന്നതിൽ അവരെപ്പോഴും തിരിച്ച് ചോദിക്കുന്നതാണ്, ഈ മന്ത്രവാദികളുടെ മന്ത്രത്തിനല്ല ഫലം, അവരുടെ കെട്ടുകളിൽ ഊതുന്നതിനല്ല അതിലെ ഷെറ് എന്നുണ്ടെങ്കിൽ മറ്റെന്താണ് ഷെറ് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അത് അവരെക്കുറിച്ചിട്ട്, മന്ത്രവാദികളെ കുറിച്ചിട്ട് അറിയുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയും. അവരുടെ വയറ്റുപിഴപ്പാണത്. അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. നമ്മളെല്ലാവരെയും കുടുംബത്തിൽ ഏതെങ്കിലും കുടുംബക്കാർ തമ്മിൽ ഇങ്ങനെയുള്ള ടീം തെറ്റിച്ചായിട്ട് എല്ലാവർക്കും ഒരനുഭവം എന്തെങ്കിലും ഉണ്ടാവില്ലേ? ആളുകളെ തെറ്റിക്കലാണ് ഇവരെ പ്രധാന കാര്യം. ഇനി എത്രത്തോളം പോകുന്ന വെച്ചാൽ നമ്മൾ ന്യൂസിൽ വായിച്ച പോലെ ആളുകളെ കൊല്ലാനും അവരുടെ സ്വത്ത് മുഴുവനും അപഹരിക്കാനും എന്ത് ചെറ്റത്തരം ചെയ്യാനും ഒരിക്കലും മടിക്കാത്ത ഒരു കൂട്ടരാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ മന്ത്രവാദം ചെയ്യുന്ന കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അള്ളാഹു ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തിന് എടുത്തുകൊണ്ട് അവരിൽ നിന്നുള്ള ഷർറ് മൊത്തത്തിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യത്തേത് ഈ പറഞ്ഞ മന്ത്രവാദികളാവും എന്നുള്ളത് ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയൊക്കെ മുന്നിൽ വരുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഹൃദയത്തിൽ ഒരല്പം പോലും നന്മയില്ലാത്ത ആളുകളാവും ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെയാണ് ആ ആയത്തിൽ അതെടുത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അവരുടെ ആ ഒരു മന്ത്രത്തിന് ഫലം ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. എൻ്റെ വൈഫിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, സമയം അതിക്രമിക്കുകയാണ്. 6 or 7 വയസ്സുള്ള പ്രായത്തിൽ അവരുടെ വീട്ടിൽ നിന്ന്, അന്ന് ചെറിയ കുട്ടിയാണ് അവൾക്ക് 6 or 7 വയസ്സുള്ള സമയത്ത് ഒരു സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. കുറേ അന്വേഷിച്ചു, കുറേ ടെൻഷൻ അടിച്ചു, എല്ലാ രീതിയിലും നോക്കി, കിട്ടുന്നില്ല. അവസാനം ഈ വീട്ടിൽ വരുന്ന ഈ ഏജൻറ്റുമാരാണ്, ഈ പൊതുവേ വീടുകളിൽ കയറി നടക്കുന്ന സ്ത്രീകൾ പലപ്പോഴും ഇതിൻ്റെ ഏജൻറ്റ്, മന്ത്രവാദത്തിൻ്റെ ഏജൻറ്റുമാരായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, കാസർഗോഡ് ഒരറിയപ്പെട്ട ഒരു സിദ്ധനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം ഗണിച്ച് ആരാണിത് എടുത്തതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഇവർ കോഴിക്കോട് നിന്ന് വണ്ടിയൊക്കെ കയറി കുട്ടീനെ കൊണ്ടുപോകണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ഈ കുട്ടീനെയും ഒക്കെ കൂടി എടുത്ത് ഏറ്റി വലിച്ചാണ്ട് ഇവർ കാസർഗോഡ് പോയി, ആ സിദ്ധൻ്റെ അടുത്ത് പോയി. ആദ്യം എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ചു, പിന്നെ അവസാനം പറഞ്ഞു ഒരു നല്ല അന്തരീക്ഷമാണ്, അവർ പൊതുവേ ഉണ്ടാകുന്ന ടൈപ്പ് ഭീകരാന്തരീക്ഷങ്ങളൊക്കെ. ആ കുട്ടീനെ മാത്രം വിളിച്ചു, അതായത് എൻ്റെ ഭാര്യ. അവിടെ ചെന്നു, ഒരു വലിയൊരു പാത്രത്തിൽ കുറേ അരിയൊക്കെ ഉണ്ട്, ആ അരിയിൽ എന്തൊക്കെ കളം വരച്ചു. ആ കുട്ടീനോട് ആദ്യം പേഴ്സണലായിട്ട് സംസാരിച്ചു. ഇതിൻ്റെ ബാക്കിലൊരു സൈക്കോളജിക്കൽ വശമുണ്ട്. കുട്ടികൾ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ടെൻഷൻ ആയിട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ, ബേജാറാവുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ സൈലൻ്റായിട്ട് ഒരു സൈഡിലൂടെ കേട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാര്യമായിരിക്കും. അവരുടെ നിന്ന് പല വീട്ടിൽ നടന്ന ചർച്ചകളെ പല ഡീറ്റെയിൽസും ബുദ്ധിപരമായിട്ട് കിട്ടാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ കുട്ടിനോട് ഈ അരിയിലേക്കൊക്കെ നോക്കാൻ പറഞ്ഞ് അങ്ങനെ അവർ ഒരാളുടെ മുഖം കണ്ടെത്തി. അങ്ങനെ വന്ന് പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിൻ്റെ തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു എന്താ പറയുക, സൽസ്വഭാവിയായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള ഒരു നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്.
ഞാനൊക്കെ ഇപ്പോൾ പോകുമ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ ഇത്രയും അമ്മ എന്ന് വിളിക്കുന്നത്, എൻ്റെ വൈഫ് അവരെ അമ്മ എന്ന് വിളിച്ചത് അമ്മയെ പോലെ കണ്ടതുകൊണ്ടാണ്. അത്രയും അവരടുപ്പത്തിൽ നിന്ന 2 ഫാമിലികളായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് മുതൽ ആ ബന്ധം തീരുമാനമായി. വർഷങ്ങളോളം ആ തെറ്റി പിരിഞ്ഞാണ്ട് നിൽക്കുകയായിരുന്നു. അവസാനം അത് വേറൊരാളാണ് എടുത്തത് എന്നുള്ളത് തെളിയുന്നത് വരെ. ഇതാണ് ഇവരുടെ ഷെർ. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്ന, റബ്ബിനോട് പ്രത്യേകമായിട്ട് ഷെർ ചോദിക്കേണ്ട ടീം തന്നെയാണ് ഈ മന്ത്രവാദികൾ. അത് അവരെ മന്ത്രത്തിന് ഫലമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അവിടെ ആ ലാസിമായിട്ടുള്ള ആ ഒരു ഹർഫ്, ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മുന്നേ പറഞ്ഞു, ശേഷം പറഞ്ഞു, അവിടെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു അതിന് ഫലമില്ല എന്ന് തന്നെയാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 8 ചോദ്യങ്ങൾ ഖുറാനെ കുറിച്ചിട്ട് എന്തായാലും ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് തൊട്ടിട്ട് മറുപടികളില്ലായിരുന്നു. അപ്പോൾ 8 ചോദ്യങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, റസൂലിന് മരണം ബാധിച്ചു എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈരുദ്ധ്യങ്ങളും അതിലെല്ലാ റിപ്പോർട്ടുകളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചോദിച്ചു. അപ്പം അത് ചോദിച്ചത് കൊണ്ടാണോ ഇനി ഖുറാനോടുള്ള അലർജി അല്ല ഖുറാനോ ഫോബിയ ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പം ഹദീസിനേക്കാളും കൂടുതൽ ഖുറാനിലോട്ട് വരുന്നുണ്ട്, അത് കളവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും. എന്താണെങ്കിലും നമ്മളെ കഴിഞ്ഞല്ല അവരെ ഖണ്ഡനം 2 എന്ന് പറയുന്നതിൽ ആമുഖം പറഞ്ഞിട്ടുള്ള മുജീബ് മദനി, അദ്ദേഹം എന്ത് വൃത്തികെട്ട കാര്യങ്ങളാണ്, എന്ത് മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ സഹോദരൻ വിസ്ഡത്തിൻ്റെ പ്രവർത്തകരെ കുറിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ട് ആണ് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് പറയാൻ വേദിയിലോട്ട് വന്നിട്ട് പോലുമില്ല. അൽഹംദുലില്ലാ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൗലവി, നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള മോശപ്പെട്ടതും അതിനേക്കാളും അധപ്പതിച്ചതുമായിട്ടുള്ള എത്രയോ വിശ്വാസം കൊണ്ടു നടക്കുന്ന സഹോദരന്മാരുണ്ട്. ഏറ്റവും കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന അതിൻ്റെയൊക്കെ പുറകിലുള്ള സയൻറ്റിഫിക് വശങ്ങൾ, അതിൻ്റെ പുറകിൽ നടക്കുന്ന തട്ടിപ്പുകളൊക്കെ ഇപ്പം എല്ലാവർക്കും സായിബാബ പുട്ടപർത്തി സായിബാബ കയ്യിൽ നിന്ന് പുറപ്പെടുന്നത് ഇതൊക്കെ എന്താണ്, വെറും മായവിദ്യകളാണെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് അറിയാം. സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാലം. എന്നിട്ട് പോലും ഒരു കയ്യിലൂടെ തീ പറത്തുക, അതുപോലെ തന്നെ വിസ്ഡം മന്ത്രവാദിയായിട്ടുള്ള മന്ത്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല, ഇനി അയിമ പിടിച്ച് തൂങ്ങണ്ട, വിസ്ഡം റുക്കിയ ഷറിയ നടത്തുന്ന വ്യക്തിയുടെ അടുത്തോട്ട് ഇങ്ങനെ വീർത്ത ഒരു കാലും കൊണ്ട് പോകുന്ന ഒരു സ്ത്രീ പോകുന്നു, കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്നു നോർമലായിട്ട്. ഇതൊക്കെ കണ്ട് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിച്ച് അതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്ന് പറയാൻ മാത്രം ഇന്നത്തെ ഈ കാലം പോലും അത്രയും ബുദ്ധി പണയം വെച്ച ആളുകളാണ് നിങ്ങളെ കൂടെയുള്ളത്. ഈ പരപ്പനങ്ങാടി തന്നെ, നമ്മുടെ ഈ പരപ്പനങ്ങാടിയിലെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഒരു ജിന്നടിച്ചൽ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവം വിവരിച്ചതെന്നാണ്. ഒരു ആള് ജിന്ന് ബാധിച്ച് ഉള്ളിൽ ജിന്ന് കയറിയിട്ടുള്ള ഒരാൾ കിടക്കുന്നു. 4 മല്ലന്മാരായിട്ടുള്ള ആളുകൾ ഓരോ കൈകൾ പിടിച്ചു നിൽക്കുന്നു, ഓരോ കാലുകൾ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ റുക്കിയ നടത്തുന്ന ആളുകൾ എന്തൊക്കെ ചൊല്ലിയതിന് ശേഷം ആ ഒരു മൊമെൻ്റ് വരുന്ന സമയത്ത് ഇയാൾ കുതിർന്നു, ആ ജിന്ന് പുറത്തേക്ക് പോവുകയാണെന്നേരം. ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ 4 മല്ലന്മാരും തെറിച്ചു പോന്നു. അപ്പം ഇയാൾ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കിടക്കുന്ന ആള് അയാളുടെ ഉള്ളിൽ തോന്നലാവാം, ഞാൻ സമ്മതിച്ചു, അത്രത്തോളം ചിന്തിച്ചു, ആ ഒരു ലെവൽ വരെ ചിന്തിച്ചു കേട്ടോ. ഈ കിടക്കുന്ന ആൾക്ക് തോന്നലാവാം, പക്ഷേ ആ പിടിച്ചിരിക്കുന്ന 4 മല്ലന്മാർ തെറിച്ച് പോകുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്, എൻ്റെ കണ്ണുകളെ അവിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ബേസ് സൈക്കോളജിയാണത്, ഏറ്റവും ബേസ് സൈക്കോളജിയാണ്. ആ കിടക്കുന്ന ആൾക്കും മാത്രമല്ല ഇയാളുടെ ഉള്ളിൽ അമാനുഷികമായിട്ട് എന്തോ എന്നുള്ള തോന്നൽ ഈ പിടിച്ചിരിക്കുന്ന 4 ആൾക്കും, അത് കൂടാതെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കുമുണ്ട്. അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ആ ഒരു പ്രത്യേക മൊമെൻ്റ് വരുന്ന സമയത്ത് അത് യാന്ത്രികമായിട്ട് അതവിടെ സംഭവിക്കും. അതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ആ മന്ത്രവാദം ചെല്ലുന്ന ആളുകൾ, അല്ലെങ്കിൽ റുക്കിയ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ചെല്ലുന്ന ആൾ, അയാൾ ആ ഉദ്ദേശിച്ച ആ ഒരു ആംബിയൻസ് ആ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്നതാണ്. ബഹുമാനപ്പെട്ട മുജീബ് മദനി, താങ്കൾക്ക് ഇതൊക്കെ മോശപ്പെട്ട വിശ്വാസമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് താങ്കളുടെ വിശ്വാസം മാത്രം തിരുത്തിക്കൊണ്ട് അതവിടെ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. താങ്കളുടെ പ്രവർത്തകരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അതിനുള്ള ബാധ്യത ഉണ്ട് താങ്കൾക്ക്. ഈ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വിസ്ഡം എന്ന സംഘടനയ്ക്ക് പോലും നാണക്കേടാണ് എന്നുള്ളത് താങ്കളൊന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.
ഇവിടെയുള്ള തിരുരങ്ങാടി തന്നെ ഉള്ള ഒരു വിസ്ഡം പ്രവർത്തകന് അവരുടെ കഴിഞ്ഞ ഖണ്ഡനത്തിന് ഒരു ലഘുലേഖയൊക്കെ ഇറക്കിയിരുന്നു. അപ്പോൾ ആ ലഘുലേഖ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ ലഘുലേഖ കൊടുത്തു. ഇതെന്താണ് എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം ആ സുഹൃത്തിനോട് പറഞ്ഞതാണ്, ഇവിടെ ഒരു കൂട്ടർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നുണ്ട്, അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ. മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്നൊരു കൂട്ടർ പറയുന്നുണ്ട്, അപരാധം, അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിവിടെ പ്രോഗ്രാം ഇപ്പം നടത്തുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട വിസ്ഡം സഹോദരങ്ങളെ, റസൂല് അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള കസിനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറയുന്നുണ്ട്. യാ ഗുലാം, സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാ യഹ്ഫദുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാ തജിദുഹു തിജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു സൂക്ഷിക്കുക, അള്ളാഹു നിൻ്റെ അടുത്ത് നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. എന്നിട്ട് റസൂല് പറയുന്നുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. എന്നിട്ട് റസൂല് പറയുന്നുണ്ട്, ഈ ലോകം മൊത്തം നിനക്കെതിരിൽ എന്തെങ്കിലും തിന്മ ചെയ്യാൻ വേണ്ടി ഒരുമിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാതെ അത് സാധ്യമല്ലട്ടോ. ഈ ലോകം മൊത്തം എന്തെങ്കിലും ഒരു നന്മ നിനക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കാതെ അത് സാധ്യമല്ലട്ടോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്നോട് ഫൈസൽ പുതുപ്പറമ്പ് എഴുതിയിട്ടുള്ള തൗഹീദിൻ്റെ മൗലികത എന്ന ഗ്രന്ഥം വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വായിക്കാൻ ആവശ്യപ്പെടുന്നത് ജാബിർ റഹ്മാനി എഴുതിയിട്ടുള്ള നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നുള്ള ഗ്രന്ഥമല്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. നിങ്ങൾ എനിക്ക് ഫൈസൽ മുസ്ലിയാരെ കണക്ട് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം എന്ന് പറയുന്നത് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കലിനെയോ അലി മദനി മൊറൈറിനെയോ അല്ല, നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിനെയാണ്. നിങ്ങൾ ഒന്നിരുന്നൊന്ന് ആലോചിക്കണം. പ്രമാണ നിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇട്ടാവട്ടത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഇതൊരു പണ്ഡിത മതമാക്കിയിട്ട് ഇതിനെ മാറ്റുന്നത് എന്നും ആരാണ് യഥാർത്ഥ പ്രമാണത്തിൽ അധിഷ്ഠിതമായി യഥാർത്ഥ തൗഹീദിൽ പൂർണ്ണമായി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് സ്വന്തത്തോട് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഈ അടുത്ത് പ്രചരിച്ച കോഴിമുട്ടയിൽ എഴുതുന്ന കാര്യം, കോഴിമുട്ടയുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, കോഴിമുട്ടയും പിശാചും സാഹിറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഫൈസൽ മുസ്ലിയാർ ഇതിൻ്റെ ഇടയിലൊന്ന് വിവരിച്ചിരുന്നല്ലോ. ഇത് ഏത് ഭാഷയാണ്, ഇവരിത് എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഈ പിശാചിൻ്റെ ഭാഷ ആദ്യമായിട്ട് ഇവർക്ക് പഠിപ്പിച്ചത് ആരാണ്? പിശാച് തന്നെ വന്നിട്ട്, നിങ്ങൾ കുറേ കാര്യകാരണ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചല്ലോ, അത് പിശാച് തന്നെ വന്നിട്ടാണോ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അതാണോ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ പിശാച് വന്നിട്ട് ആ പിശാചിൻ്റെ എങ്ങനെ കളം വരയ്ക്കണം, എങ്ങനെ ഞങ്ങളെ വിളിച്ചു വരുത്തണം, എങ്ങനെ ഞങ്ങളെ സ്വാധീനിക്കണം എന്ന് പിശാചാണോ പഠിപ്പിച്ചു കൊടുത്തത്? അദ്ദേഹം പറയുന്നത് കൂടി ഒന്ന് അവസാനമായിട്ട് ഒന്ന് കേട്ടു നോക്കൂ ഫൈസൽ. കോഴിമുട്ടയിൽ കളം വരച്ച് കുത്തി വരച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് ഷെറുണ്ടാവുക? ഒരു ഷെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ, അദൃശ്യ വഴിയിൽ അതിന് ഷെറ് വരുന്ന പേടിക്കണ്ടേ? അദൃശ്യ വഴിക്ക് ഷെറുണ്ടാക്കാൻ അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പം ഇതിന് ഷെറുണ്ടാവും, പേടിച്ചത് ഷിർക്കായില്ലേ എന്ന് നമ്മളെല്ലാവരും KNM-ലുള്ള കാലത്ത് അന്ന് മർക്കസ് ചോദിച്ച ചോദ്യമാണ്. അന്ന് KNM സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മളെ കൊടുത്ത മറുപടിയാണെന്ത്? ഈ കോഴിമുട്ടമെന്നല്ല ഷെറ്. കോഴിമുട്ടമെന്ന് അദൃശ്യ ഷെറൊന്നും ഉണ്ടാവില്ല. ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല. കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെ കൊണ്ടിട്ടോളൂ എന്ന് പറയില്ലല്ലോ, അത് പറയില്ലല്ലോ. നിങ്ങൾ കടയിൽ 4 മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി, നിങ്ങൾ സോക്കട് മാറും എന്ന് പറയോ? ഇല്ല. അവർ വരച്ചെടുത്ത കോഴിമുട്ട തന്നെ വേണം. അത് അവർ കളം വരക്കണം, അവർ പലതും എഴുതണം. എന്തായി എഴുതുന്നത്?
ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ സിദ്ധൻ, ഈ ബീവി, ഈ തങ്ങള്, ഈ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താൻ ഏജന്റുമാരാണ്. പേരെന്ത് പറഞ്ഞാലും അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് കോഴിമുട്ടയിലെ കരിക്കിലൊക്കെ അവർ പലതും എഴുതുന്നത്. അത് എഴുതിയിട്ട് അവർ പറയും 4 കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ 3 വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ കൊണ്ടുപോയിടുക, ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അതേപോലെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക, വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയണത് പിശാചിന് ചില കേന്ദ്രങ്ങളാണ്. അതിലൂടെ ഇവൻ ശൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്. അതുവഴി പിശാചിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ ഷെറുണ്ടാകുന്നത്. ഈ കോഴിമുട്ടം നല്ല ഷെറ് ഇത് ശിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കുഫ്ർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ് വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് നിങ്ങൾ എഴുതുന്നത്. അതുവഴി ശിർക്കിൻ്റെ ആളായി ശൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ്, അവൻ ശിർക്ക് ചെയ്യാൻ റെഡിയായിട്ടുണ്ട് എന്ന വിവരം ശൈത്താനെ കൈമാറുന്നു. അതുവഴി പിശാചിന് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ആ ഷർറ്. ഇത് അദൃശ്യമായ ഷർറല്ല. ആപേക്ഷികമായ അദൃശ്യം എന്ന് പറയാം, ആപേക്ഷികമായ അഭൗതികം എന്ന് പറയാം, യഥാർത്ഥ അദൃശ്യമായ ഷർറല്ല. ശൈത്താനുമായിട്ടുള്ള ഇങ്ങനെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങൾ വലിയ പഠനങ്ങൾ നടത്തിയതിൽ റിസർച്ച് നടത്തുന്ന സമയത്ത് പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ റബ്ബായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അല്പം പ്രാധാന്യം, നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ ഇവിടെ പറഞ്ഞ പോലെ മണിക്കൂറുകളോളം ശൈത്താൻ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം. പേഴ്സണലി ഉള്ള അനുഭവമാണ്. പള്ളികളിൽ ഖുതുബക്ക് വേണ്ടിയിട്ട് കയറുമ്പോൾ പോലും ഖുറാനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാവും ബഹുഭൂരിപക്ഷം, ചിലപ്പോൾ എല്ലാം. പക്ഷേ ഈ ഷെയ്ത്താനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് ഷെയ്ത്താൻ്റെ മഹത്വങ്ങൾ, ഷെയ്ത്താനെ കുറിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം പറയേണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിലൂടെയുള്ള ലക്ഷ്യം വേറെ ഒന്നാണ് അവിടെ സ്ഥാപിതമാവുന്നത്. നിർഭയത്വത്തിന് പകരം ഭയമാണ് ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യത്തിനും കൊടുക്കേണ്ട പ്രാധാന്യമുണ്ട്. ഓരോ കാര്യത്തിനും ഉള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ഈ ഷെയ്ത്താൻ എങ്ങനെ പ്രകീർത്തിച്ച് നിങ്ങൾ ഷെയ്ത്താൻ്റെ വക്താക്കൾ ഇപ്പോൾ ഇതാ ഈ കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾ ഈ സാഹിര്യങ്ങളുടെയും കൂടി വക്താക്കളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്കാർക്കും വിശ്വാസം തിരുത്തിത്തരാൻ ഞങ്ങളിവിടെ ആരുമല്ല. നിങ്ങളുടെ ചിന്തകൾ, അടച്ചു പൂട്ടിയപ്പെട്ട നിങ്ങളുടെ ചിന്തകൾ, അതിനെ ഒന്ന് ഉണർത്താൻ മാത്രമേ, നിങ്ങൾ ചിന്തിക്കൂ എന്ന് നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങൾക്കതിൽ പ്രയാസം തോന്നരുത്. വീണ്ടും വിഷമം കൊണ്ടാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഉറ്റ സഹോദരങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് വീണ്ടും അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ ഖണ്ഡനം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കുറേ ആളുകൾ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നീ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളല്ലേ, നിനക്ക് ഇങ്ങനെയുള്ള അവഹേളനങ്ങൾ കേൾക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ അനുഗ്രഹങ്ങളെയും കുറിച്ച് ഖുതുബകളും ക്ലാസ്സുകളും ഒക്കെ എടുത്ത് ആളുകളുടെ ഇഷ്ടവും ബഹുമാനവും ഒക്കെ കരസ്ഥമാക്കിയതല്ലേ, അതൊക്കെ ഇങ്ങനെ മണ്ണനങ്ങൾ നടത്തിയിട്ട് നഷ്ടപ്പെടുത്തണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഉത്തരമില്ലായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. കാരണം ഗുണകാംക്ഷയോടുകൂടി ചോദിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചിന്തിച്ചു. ഇന്ന് മാത്രമുള്ള ഒരു ബഹുമാനവും സ്ഥാനവും ഒക്കെയല്ലേ ഇത്? നാളെ ഞാൻ മരണപ്പെട്ട് മറ്റന്നാളെ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ റബ്ബ് എന്നോട് ചോദിച്ചാൽ, നീ ആരുടെ കാരുണ്യത്തെയും അനുഗ്രഹങ്ങളെയും കുറിച്ചിട്ടാണോ പറഞ്ഞു നടന്നത്, അതേ നിൻ്റെ റബ്ബിൻ്റെ സിഫത്തുകളെ മറ്റ് പല സൃഷ്ടികൾക്കും വകവെച്ച് കൊടുക്കുമ്പോൾ, അതിനെതിരെ നിൻ്റെ നാട്ടിൽ ഒരു കൂട്ടർ ശബ്ദിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ, അന്ന് ഉത്തരം മുട്ടിയാൽ എൻ്റെ ഈ ജീവിതം മൊത്തം പരാജയമായി പോകും. ഇത് മുഴുവൻ കേട്ടിട്ട് ഇത് നിങ്ങൾ വലിയ മലമർത്തുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. മലമർത്തൊന്നും വേണ്ട, ഞങ്ങളെ കടമ നിർവഹിക്കാൻ മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. ഇത് കേട്ടിട്ട് ഒരൊറ്റ വിസ്ഡം സഹോദരൻ ഇത് കേട്ടിട്ട് നേരെ വിശ്വാസം ആദർശം നേരെ മാറി മർക്കസ് ദഅവയിലെ മെമ്പർഷിപ്പ് എടുക്കാനൊന്നുമല്ല ഉദ്ദേശം. ഒരൊറ്റ വിസ്ഡം സഹോദരൻ അടക്കപ്പെട്ടിട്ടുള്ള തൻ്റെ ചിന്തയെ ഒന്ന് ഉണർത്തി ഖുർആനിലേക്കൊന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി.
അത് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും അതിനുപരിയായിട്ടുള്ളതും എല്ലാത്തിനും പകരമാവും. നാളെ റബ്ബിൻ്റെ സന്നിധിയിൽ ആ മറ നീക്കപ്പെട്ട് പൂർണ്ണചന്ദ്രനെ പോലെ റബ്ബ് പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് ആ ഒരു സഹോദരൻ്റെ കൂടെ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മതി. അതിലപ്പുറം ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് വെറുക്കപ്പെട്ട ഷിർക്കിൻ്റെ ഒരണുമണിക്ക് തൂക്കത്തിൽ നിന്ന് പോലും റബ്ബെ ഞങ്ങളെല്ലാവരെയും നീ കാക്കുമാറാവണേ. യഥാർത്ഥ തൗഹീദിൻ്റെ പൂർണ്ണ വക്താക്കളായിട്ട് തൗഹീദ് പ്രചരിപ്പിക്കുന്ന, അതിലൊരു കലർപ്പും കൂടാതെ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാവണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة ربنا إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.